നമ്മുടെ കടലുകളുടെ അടിയിൽ വളരെയധികം വലിപ്പമുള്ള പർവ്വതങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റീസെന്റ് ആയിട്ട് ഉള്ള ഒരു സ്റ്റഡി കാണിക്കുന്നത്, ആ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അത് പറയുന്നത് നമ്മൾ മുമ്പ് അറിയാതിരുന്ന ഏകദേശം ഒരു 20,000-ഓളം വരുന്ന അറിയപ്പെടാത്ത ആഴക്കടലിലുള്ള പർവ്വതങ്ങളെ കണ്ടെത്തിയെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. ഈ കണ്ടെത്തൽ വന്നതിന് ശേഷം നമ്മുടെ ഭൂമിയെ പറ്റിയുള്ള സമുദ്രത്തിനടിയിലുള്ള ഈ ഡീപ് സീ മൗണ്ടൻസ് ഉണ്ടല്ലോ, അതിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ അതിനെപ്പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അപ്പം സാധാരണയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സർവേ ഒക്കെ നടത്താനായിട്ട് ഈ കപ്പലിൽ ഘടിപ്പിച്ച് സോണാർ എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, ഇത് ഞാൻ സോണാർ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞ ശബ്ദത്തിന് തുല്യമായിട്ടുള്ള ചില പൾസസ് താഴേക്ക് പിങ് ചെയ്തിട്ട് അതിന്റെ റിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് ഇത് ആ സർഫസ്, അതായത് ഓഷൻ സർഫസിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോണാർ ഉപയോഗിച്ച് ഈ മെസാഞ്ചുസെറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ കോസ്റ്റ് ഓഫ് മെസാഞ്ചുസെറ്റ്സ് ഉണ്ട്, അതിനടുത്തായിട്ടുള്ള തീരത്തിലാണ് ഈ കെൽവിൻ സീ മൗണ്ട് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനിലാണ് അവർ സ്റ്റഡി നടത്തിയത്. അപ്പം ഈ കാണിച്ചിരുന്ന ചിത്രം കണ്ടോ, അതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ സീ മൗണ്ട് റീജിയനാണ്, കെൽവിൻ സീ മൗണ്ട് എന്ന് പറഞ്ഞ റീജിയനാണ്. ആ റീജിയനിൽ ഈ ചിത്രത്തിൽ തന്നെ കാണാം, ഈ പർപ്പിളും നീല നിറവും എന്ന് പറയുന്നത് ഏകദേശം ഉയരം കുറഞ്ഞ പർവ്വതങ്ങളുടെ ഒരു മേഖലയാണ് കാണിക്കുന്നത്. അതേസമയം ചുവന്ന നിറത്തിലുള്ളത് ഉയരം കൂടിയ തരത്തിലുള്ള പ്രദേശങ്ങളാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള സോണാർ ഉപയോഗിച്ച് സർവേ നടത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുടെ ഒരു പ്രസൻസ് ഒക്കെ അറിയാൻ കഴിയും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സ്റ്റഡിയിൽ അവർ സാറ്റലൈറ്റ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ട് പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാപ്പിംഗ് ടെക്നോളജിയിലൂടെയാണ് ആയിരക്കണക്കിന് വരുന്ന കടലിനടിയിലുള്ള പർവ്വതങ്ങളെ ഐഡന്റിഫൈ ചെയ്തത്. ഈ ഒരു സ്റ്റഡി വന്നതോടുകൂടി ഭൂമിയിലുള്ള സമുദ്രങ്ങളുണ്ടല്ലോ, ഈ സമുദ്രങ്ങൾക്കടിയിലുള്ള അറിയപ്പെടുന്ന പർവ്വതങ്ങളുടെ എണ്ണം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടി എണ്ണമായി മാറി എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് എർത്ത് ആൻഡ് സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഈ ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡിയിലൂടെ അവർ പറയുന്നത് ഈ ആഗോള ഉപഗ്രഹ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഏകദേശം 20,000-ഓളം വരുന്ന പുതിയ ഇത്തരത്തിലുള്ള അണ്ടർ സീ മൗണ്ടൻസിനെ കണ്ടെത്തിയെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സാധാരണ പർവ്വതങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഭൂമിയുടെ ഒരു ഉപരിതലത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന, അതേപോലെ തന്നെയാണ് കടലിന്റെ അടിത്തട്ടിൽ കടൽ പർവ്വതങ്ങളും ഉള്ളത്. അപ്പം ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു മേഖലയാണ് ഈ ഹവായൻ എംബറർ സീ മൗണ്ട് റീജിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹവായൻ എംബറർ സീ മൗണ്ട് ചെയിൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രദേശം. അപ്പോൾ അവിടെയുള്ള ഈ മൗന കിയ എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സീ മൗണ്ട് ആണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കടലിനടിയിലുള്ള. അതായത് നമ്മുടെ ഉയരം എന്ന് പറയുന്നത് അതിന്റെ കടലിന്റെ ഒരു അടിത്തട്ടിൽ നിന്ന് അതിന്റെ ഉയരം വരെയുള്ള ആ ഉയരം അളന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഈ സ്റ്റഡി നടത്തിയ റിസർച്ചേഴ്സ് പറയുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പർവ്വതങ്ങളിലുള്ള പ്രദേശം, കടലിനടിയിലെ പർവ്വതങ്ങളുള്ള പ്രദേശം എന്ന് പറയുന്നത് സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഹോട്ട്സ്പോട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത്തരം പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് പ്രധാനമായിട്ടും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം പർവ്വത പ്രദേശങ്ങൾ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്രാഗി വോൾ, ഇതിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു സർഫസ് കണ്ടാൽ വളരെ ക്രാഗി ആയിട്ടുള്ള ഒരു സർഫസ് ആണുള്ളത്. അപ്പൊ ഇത്തരം സർഫസ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യത്തിനും വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജലത്തിന്റെ ഒരു ഭാഗമാണിതെന്നാണ് അവർ പറയുന്നത് ഈ ഒരു പ്രദേശങ്ങൾ. മാത്രമല്ല, നിങ്ങൾ ഈ അപ്പ് വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓഷൻ ഫിനോമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വാട്ടർ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു ഫിനോമിനാണത്. അത്തരത്തിലുള്ള ഫിനോമിനൻസ് ഒക്കെ ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ജലത്തിന്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തിന്റെ വളരെ വിളനിലങ്ങളാണ്, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട്സ് ആണ് ഈ റീജിയൻ എന്നാണ് അവർ പറയുന്നത്. ഈ സ്റ്റഡി നടത്തിയതിൽ പ്രധാനപ്പെട്ട റിസർച്ചേഴ്സ് ഒക്കെ ക്രിസ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യനോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി നടത്തിയത്. അപ്പം ഈ സ്റ്റഡി നടത്തിയവർ പറയുന്നത് ഈ സ്റ്റഡിക്ക് മുമ്പായിട്ട് ഏകദേശം ഒരു 24,600-ഓളം വരുന്ന ഇത്തരത്തിലുള്ള സീ മൗണ്ട് അല്ലെങ്കിൽ കടലിനടിയിലുള്ള പർവ്വതങ്ങളെ മുമ്പ് മാപ്പ് ചെയ്തിരുന്നു. അപ്പം ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന സമുദ്രത്തിന്റെ അടിയിലായിട്ട് ഒളിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പർവ്വതങ്ങളെ സാധാരണയായി കണ്ടെത്തുന്നതിനുള്ള ഒരു പൊതുവെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സോണാർ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഈ കടൽ തീരത്തിൽ കപ്പൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ സൗണ്ട് വേവ്സ് ഇങ്ങനെ പിങ് ചെയ്യുകയും അതിന്റെ ഒരു എന്താ പറയാ തിരിച്ചു വരുന്ന ശബ്ദത്തിന്റെ ഒരു ഡിഫറൻസസ് ഒക്കെ നോക്കി അത്തരത്തിലാണ് ഇതിനെ മാപ്പ് ചെയ്യുന്നത്. അതിന്റെ സർഫസ് എങ്ങനെയാണ്, അതിന്റെ ആൻഡുലേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ഒരു ടോപ്പോഗ്രഫി ഒക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അതായത് ഓഷ്യൻ ബെഡിന്റെ ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു മാപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒന്നാണ്. മാത്രമല്ല സമയം എടുക്കുകയും ചെയ്യും, ഒരു കപ്പലിന്റെ ആവശ്യമുണ്ട്. മാത്രമല്ല ഇത്തരം ഡേറ്റ പ്രോസസ് ചെയ്യാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നമ്മുടെ സമുദ്രത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ഇത്തരത്തിൽ
സോണാർ ഉപയോഗിച്ച് മാപ്പ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 20% മാത്രമേ ഇത്തരത്തിൽ സോണാർ ഉപയോഗിച്ച് മാപ്പ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച്, അതായത് കുറേയേറെ സാറ്റലൈറ്റ് ഡേറ്റ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഇപ്പം, അത്തരത്തിൽ സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിച്ച് മാപ്പ് ചെയ്യാനാണ് ഈ സ്റ്റഡിയിൽ അവർ നോക്കിയത്. നമ്മുടെ ലോകത്തിലുള്ള സമുദ്രങ്ങളുടെ എല്ലാം ആഗോള കവറേജ് നൽകുന്ന വിവിധ തരത്തിലുള്ള ഉപഗ്രഹ നിരീക്ഷണങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ഡേറ്റയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ സമുദ്രനിരപ്പുകളിൽ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള നിരപ്പിലുണ്ടാകുന്ന വ്യത്യാസവും ടോപ്പോഗ്രാഫിയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ഒക്കെ ഒന്ന് സെൻസസ് ചെയ്തത്. അപ്പോൾ അവരതിന് മനസ്സിലാക്കുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള അളവുകൾ അവർക്ക് കണക്കാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമുദ്രോപരിതലത്തിന്റെ ഒരു ഉയരം സംബന്ധിച്ച് ഉപഗ്രഹങ്ങളിൽ കിട്ടുന്ന ഒരു ഡേറ്റ കണക്കാക്കണം. അത് മാത്രമല്ല ഈ ഗ്രാവിറ്റേഷൻ, ഈ ഒരു ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുള്ള പ്രദേശങ്ങളിലെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് വളരെയധികം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ് മൂലം തന്നെ ഈ വെള്ളത്തിന്റെ എലിവേഷനിൽ ഒരു ചെറിയ സെന്റിമീറ്റർ സ്കെയിൽ ഡിഫറൻസിൽ ഒരു ബമ്പ് പോലെ ഒരു പ്രദേശം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ ഒരു സാന്നിധ്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ മാപ്പ് ചെയ്തത്. ഈ ഇത്തരത്തിലുള്ള ചെറിയ ബമ്പ് പോലുള്ള പ്രദേശങ്ങൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ ഗുരുത്വാകർഷണ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ്. പ്രത്യേകിച്ച് ഈ സമുദ്രത്തിന്റെ അടിയിൽ ഈ പർവ്വതങ്ങളുടെ ഒരു പ്രസൻസ് മൂലം. അപ്പോൾ അത്തരത്തിലുള്ള പ്രസൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ മാപ്പ് ചെയ്തത് ഈ സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിച്ച്. ഇത്തരത്തിൽ ഈ വാട്ടറിന്റെ ഒരു പൈലപ്പ് ലൊക്കേഷൻസ് ഇങ്ങനെ ഉയർന്ന ബമ്പിംഗ് പോലുള്ള പ്രദേശങ്ങളൊക്കെ അവർ മാപ്പ് ചെയ്യുകയും അതിന്റെ ഒരു പ്രസൻസ് ഉപയോഗിച്ചിട്ടാണ് സീ മൗണ്ടിന്റെ ഒരു പ്രസൻസ് ഒക്കെ അവർ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുമ്പ് അറിയപ്പെടാതിരുന്ന പുതിയതായിട്ട് ഒരു 19,325 വരുന്ന സീ മൗണ്ട്സിനെ ഈ സംഘം കണ്ടെത്തി എന്നുള്ളതാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. ഈ കണ്ടെത്തിയ ഒരു സീ മൗണ്ടൻസിന്റെ ഒരു പ്രസൻസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ സാറ്റലൈറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഇത്തരം നിരീക്ഷണങ്ങളെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ സോണാർ ഉപയോഗിച്ച് ആ സ്ഥലങ്ങളിൽ ഒന്നുകൂടെ മാപ്പ് ചെയ്യുകയും അത് ഉപയോഗിച്ച് ഈ സാറ്റലൈറ്റ് ഡേറ്റയിൽ നിന്ന് കിട്ടിയ ടോപ്പോഗ്രാഫി ശരിയാണോ എന്നുള്ളത് ഒന്ന് വാലിഡേറ്റ് ചെയ്യുകയും കൂടെ ചെയ്തു ഈ സ്റ്റഡി നടത്തിയ റിസർച്ചേഴ്സ്. അപ്പോൾ ഈ സ്റ്റഡി നടത്തിയവർ പറയുന്നത് ഈ പുതിയതായിട്ട് കണ്ടെത്തിയ ഈ വെള്ളത്തിനടിയിലുള്ള പർവ്വതങ്ങളിലെ ഭൂരിഭാഗം പ്രദേശത്തിലുള്ള പർവ്വതങ്ങൾ ഏകദേശം ചെറിയ ഹൈറ്റുള്ള പർവ്വതങ്ങളാണെന്ന് പറയുന്നത്. ഏകദേശം ഒരു 700 തൊട്ട് ഒരു 2500 മീറ്റർ വരെ ഉയരമുള്ള ചെറിയ പർവ്വത നിരകളാണ് അവർ ഇത്തരത്തിൽ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള ചെറിയ പർവ്വത നിരകളാണെങ്കിൽ പോലും ഇത്തരം പർവ്വതങ്ങളുടെ ഒരു പ്രസൻസ്, അതായത് മുമ്പ് അറിയാത്ത പർവ്വതങ്ങളുടെ ഒരു പ്രസൻസ് ഒരുപക്ഷെ നാവിക കപ്പലുകൾക്കും മറ്റുമൊക്കെ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അന്തർവാഹിനികൾ പോലുള്ള ഈ സബ്മറൈൻസ് പോലുള്ള പ്രത്യേകിച്ച് ഈ അന്തർവാഹിനികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ അന്തർവാഹിനികളിലൊക്കെ സോണർ ഉണ്ട് അതിന്റെ ഒരു ടോപ്പോഗ്രാഫി അറിയാനൊക്കെ, എങ്കിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലെ പർവ്വതങ്ങളുടെ ഒരു പ്രസൻസ് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ആക്സിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. അവനൊരു എക്സാമ്പിൾ അവർ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് USS കണക്ടിക്കട്ട് എന്ന് പറയുന്ന ഒരു ആണവ അന്തർവാഹിനിയാണ് US-ന്റെ. അത് 2021 ദക്ഷിണ ചൈന കടലിലെ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഏതോ ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും അത് ആൾക്കാർ കരുതുന്നത് അതൊരു മൗണ്ടൻ ആണെന്നാണ് കരുതുന്നത്. അതായത് ഒരു അണ്ടർ വാട്ടർ മൗണ്ടനിലേക്കാണ് ഇടിച്ചു കയറിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻസ് ഭാവിയിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡി നടത്തി ചെറിയ പ്രദേശത്ത് തന്നെ അവർ ഏകദേശം ഒരു 20,000-ലധികം വരുന്ന ഇത്തരത്തിലുള്ള സീ മൗണ്ട്സ് അല്ലെങ്കിൽ കടലിനടിയിലുള്ള പർവ്വതങ്ങളെ കണ്ടെത്തിയെന്ന് തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളിലും ഇത്തരത്തിലുള്ള മാപ്പിംഗ് നടത്തുന്നതിന്റെ ആവശ്യകതയെ പറ്റിയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഇത്തരത്തിൽ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ജേണൽ ആർട്ടിക്കിൾസ് എന്നുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക. ഞാൻ അത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് മലയാളത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.